ഹായ് ഫ്രണ്ട്സ്, മോംസ് വീട്ടിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ട് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയമൊക്കെ അല്ലേ, നമ്മുടെ മക്കൾക്ക് നമുക്ക് ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കുന്ന മക്കളുണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാക്കി കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു ഐറ്റം. ബേക്കറിയിൽ നിന്നൊന്നും വാങ്ങിക്കാതെ നമുക്ക് കൊടുത്തു വിടാൻ പറ്റും. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി വീട്ടിൽ വെച്ചിരുന്നാൽ വൈകിട്ട് ഇച്ചിരി എടുത്ത് ചായയുടെ കൂടെ ഒക്കെ കുടിക്കാൻ പറ്റിയ ഒരു ഐറ്റം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് നമ്മുടെ കടലപ്പൊടി ചേർത്ത് കൊടുക്കുക, കടലമാവ്. അതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരല്പം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ മാവ് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതുപോലെ എല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ആദ്യം ഒത്തിരി വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കിയതിന് ശേഷം പിന്നെ കുറേശ്ശെ നമുക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ആ പൊടി എടുത്ത കപ്പിന് തന്നെ 1 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. അത് ഒഴിച്ച് അതിന് ശേഷം ഒരല്പം വെള്ളം കൂടെ, വെള്ളം നിങ്ങൾ മാവ് കുഴയ്ക്കുമ്പോൾ നോക്കി വേണം കുഴയ്ക്കാൻ കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സാക്കി കട്ടയൊന്നും ഇല്ലാതെ എടുക്കണം. നല്ലൊരു ദോശമാവിൻ്റെ പരുവെന്നൊക്കെ പറയത്തില്ല, ആ പരുവത്തിന് നമുക്കൊന്ന് മിക്സാക്കി കലക്കിയെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ തന്നെ കലക്കിയെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. മറ്റുള്ളവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്തുകൂടി തന്നെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിനുശേഷം ഞാനിതാ ഒരു പാനിൽ നല്ല വെളിച്ചെണ്ണ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു പരന്ന പാന് തന്നെ എടുക്കുക. അതിനുശേഷം നമ്മൾ ഇങ്ങനെ കണ്ണായിട്ട് കുത്തുകുത്തായിട്ടുള്ള തവിയില്ലേ, അതെടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ മറ്റൊരു തവിയിൽ മാവ് കോരി ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് തവി കൊണ്ട് ചുറ്റിച്ച് കൊടുത്താൽ മതി. അപ്പം നല്ല മുത്തുമണി പോലെ ഇങ്ങനെ മണിമണിയായിട്ട് ഈ മാവ് വീഴും കേട്ടോ. അപ്പോൾ എണ്ണ നല്ല ചൂടായതിന് ശേഷം നമ്മൾ ഈ മാവ് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം തീ ഒന്ന് കുറച്ച് വയ്ക്കുക. ഫുള്ള് തീയിൽ വെച്ചാൽ ഇത് കരിഞ്ഞു പോകും, ഇതിൻ്റെ നിറമെല്ലാം ഒന്ന് മാറിപ്പോകും. അപ്പോൾ ഇതങ്ങനെ നിറമൊന്നും മാറാൻ പാടില്ല, നമുക്ക് നല്ല പൊൻനിറത്തിൽ വേണം ഇത് കിട്ടാൻ. അപ്പോൾ അതിന് ശേഷം നമുക്ക് തീ കുറച്ച് വെച്ച് നല്ലപോലെ ഒന്ന് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് നീക്കിയിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ലൊരു സ്നാക്സ് ആയിട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ ഇങ്ങനെ മക്കൾക്ക് വാങ്ങിച്ച് കൊടുക്കുന്നതിനേക്കാളും വീട്ടിലുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലതായിട്ട് ടേസ്റ്റ് മാത്രമല്ല ഹെൽത്തിയും കൂടാണ്. നമ്മൾ നല്ല ശുദ്ധ വെളിച്ചെണ്ണയിലൊക്കെ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ അത്രയും ശ്രദ്ധിച്ചല്ലേ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രത്യേകത എന്തായാലും ഉണ്ടാകും. അപ്പോൾ ഞാൻ ആദ്യത്തെ എല്ലാം ഇതുപോലെ ഒന്ന് കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി രണ്ടാമത്തെ ബാച്ചും ഞാൻ അതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തവി വെച്ച് കൊടുത്തതിന് ശേഷം, കണ്ണുള്ള തവിയാണ്, അതിലേക്ക് നമുക്ക് മാവ് ഇതുപോലെ ഒഴിച്ചിട്ട് ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ മതി. പരന്ന പാത്രം ആകുമ്പോഴേ ഇതുപോലെ നല്ലപോലെ നിരന്ന് കിട്ടത്തുള്ളൂ. അപ്പോൾ കുഴിവുള്ള പാത്രത്തിൽ ഇതുണ്ടാക്കാൻ നിൽക്കരുത്. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കായാലും ഇത് കുറച്ച് ഒരു 1/4 കിലോ മാവിലൊക്കെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ ഒരുപാട് ദിവസം ഇതിരിക്കും കേട്ടോ. ഇച്ചിരിയല്ലേ നമ്മൾ കഴിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റിലായിട്ടുള്ള നല്ലൊരു കാരബൂന്തി റെസിപ്പി ആയിട്ടോ ഇത്. അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് ഇതുപോലെ എല്ലാം കുറേശ്ശെ ഇട്ട് വറുത്തെടുക്കാൻ പറ്റത്തുള്ളൂ. ചെറിയൊരു പാന. അപ്പോൾ അതെല്ലാം ഞാൻ വറുത്ത് കോരിയതിന് ശേഷം കുറച്ച് കപ്പലണ്ടി, ഇതുപോലെ പച്ചക്കപ്പലണ്ടി ആയിട്ടോ. അപ്പോൾ ഇതുപോലെ എണ്ണയ്ക്കകത്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ വറുത്ത കപ്പലണ്ടിയാണ് കയ്യിലുള്ളതെങ്കിൽ അതായാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പക്ഷേ ഇതിങ്ങനെ മൂപ്പിച്ചെടുക്കുമല്ലോ, അതുകൊണ്ട് പച്ച കപ്പലണ്ടിയാണ് മേടിച്ചേക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ നമുക്കൊന്ന് മൂപ്പിച്ച് കോരിയെടുക്കാം. അപ്പോൾ ഇഷ്ടപ്പെടുവാന്നൊന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്നെ തുടർന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വലിയ നന്ദി കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് പൊട്ടുകടലെന്ന് പറയത്തില്ല, പൊരികടലെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത് ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് തീ കുറച്ച് വെച്ച് വേണം ഇതൊക്കെ ചെയ്യാൻ, കരിഞ്ഞു പോകരുത്. അപ്പോൾ അതെല്ലാം മൂപ്പിച്ചതിന് ശേഷം അതും ഇതുപോലെ നമുക്കിതിലേക്ക് കോരിയിട്ട് കൊടുക്കാം. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ്. അപ്പോൾ ഇതൊക്കെ വേണമെന്നുള്ളവർ ചേർത്താൽ മതി, ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു നല്ല ടേസ്റ്റ് കിട്ടാൻ പിള്ളേർ നല്ലപോലെ ഒന്ന് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ ഇടുന്നെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കാഷ്യൂനട്ട് ഇതുപോലെ വറുത്ത് കോരിയതിന് ശേഷം മുന്തിരി ഇട്ടിട്ടുണ്ട്, ഉണക്ക മുന്തിരി. അതും ഇതുപോലെ ഒന്ന് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ എല്ലാം ഒരു പ്രത്യേക രുചിയായിട്ടോ. വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നുമില്ല. അപ്പോൾ അതും മാരിയതിന് ശേഷം കുറേ കറി ലീഫ് എടുത്തിട്ടുണ്ട്, ഒരു 3-4 തണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മണമൊക്കെ കിട്ടും. അതും ഒന്ന് മൂപ്പിച്ച് കോരാം നമുക്കിതിലേക്ക്. നല്ലപോലെ മൂപ്പിച്ചതിന് ശേഷം കോരി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കിടാം. അപ്പോൾ അതും ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച്
വെളുത്തുള്ളി ഇവിടെ വേണം കേട്ടോ. അപ്പോൾ ഞാൻ വെളുത്തുള്ളി എല്ലാം തോലൊന്നും കളയണ്ട, നമ്മളൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഒന്ന് ഉണക്കിയിട്ട് അത് ഒന്ന് ആ വെള്ളത്തിൻ്റെ ഇതൊന്ന് പോയതിന് ശേഷം നമ്മളൊരു ചെറുതായിട്ടൊന്ന് കല്ലുകൊണ്ടൊന്ന് ഇടികല്ല് വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് പൊട്ടി കിട്ടണം, അത്രയും മതിയാവും. അതും കൂടെ നമുക്ക് മൂപ്പിച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാം ഇതുപോലെ നമ്മൾ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു വലിയ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. ഇത് വലിയൊരു ബോട്ടിൽ നിറച്ചുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി നമുക്ക് എരിവിനും ഉപ്പിനൊക്കെ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ആദ്യം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു എരിവോട് കൂടിയൊക്കെ തന്നെ നമ്മളിത് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കാശ്മീരി മുളക് പൊടി. അപ്പം മക്കൾക്ക് കൊടുക്കുമ്പോൾ ഇച്ചിരി എരിവൊക്കെ ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ എരിവൊന്നും ഒരുപാട് എടുക്കുന്നില്ല, കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം നമുക്ക്. നല്ലതുപോലെ ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടോ. കട്ടൻ ചായയൊക്കെ കൂടെ കഴിക്കാനുണ്ടല്ലോ, ഒരു രക്ഷയില്ല പറയാൻ. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരല്പം കായപ്പൊടി കേട്ടോ. കായമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല മണമാണ്. അപ്പോൾ ഈ കായവും കൂടെ ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ നമുക്കിതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, പണി കഴിഞ്ഞു. ഇനി നമുക്കിത് നല്ല നല്ല അടപ്പൊക്കെ മുറുക്കമുള്ള നല്ലൊരു ബോട്ടിലാക്കി അടച്ച് വെക്കുകയാണെങ്കിൽ എപ്പോൾ നമുക്ക് കൊതി തോന്നുന്നു, എപ്പോൾ നമുക്ക് ആവശ്യമുണ്ടോ അപ്പോൾ എടുത്ത് കഴിക്കാം. അടിപൊളി ടേസ്റ്റിലുള്ള, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, നല്ല അടിപൊളി കാരബൂന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.